അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു പൊതി ചെമ്മീൻ ബിരിയാണി കഴിക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അരിയില്ല, അതായത് ബിരിയാണിയിലില്ല. എൻ്റെ കയ്യിലുള്ളത് പൊന്നേരിയാണ്. ആ പൊന്നേരി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. സോ സത്യം പറഞ്ഞാൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങി പകുതിയല്ല, തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കേണ്ടത് പുതി. അപ്പോൾ പിന്നെ വിചാരിച്ചു നമുക്ക് വീഡിയോ ഒന്ന് എടുത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച് അതിൻ്റെ മസാല ആക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ചെമ്മീനുള്ള മസാല ഞാൻ റൈസർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ പൊടികളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇത് ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കുന്ന എൻ്റെ മാത്രം ബിരിയാണി. ഇത് കണ്ട് ആരും അനുഭവിക്കുന്നു. ഇതാണ് നമ്മൾ ചോറ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിങ്ങനൊന്നും അല്ലതേന്ന്. ബട്ട് എനിക്കിങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. ഒരു ബിരിയാണി ആയാലും ഇല്ലെങ്കിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വേറൊരു കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതും തട്ടിക്കൂട്ടി ബിരിയാണി. മഴതോറും തീരത്തിൻ മണിമുത്തേ നീ വന്ന ഇടനെഞ്ചിൽ വിരിയില്ലേ പ്രണയത്തിൻ ശ്രീരാഗം. പൊന്നിൽ മുങ്ങും സായംകാലം നിന്നിൽ മൗനം നീയുമ്പോൾ ഓരോ കനവും താനേ വീണ്ടും താരങ്ങളായി. ചിങ്ങാലിപ്പെണ്ണേ എൻ ചേമന്തിപ്പൂവേ, എന്നാളും നീ എന്റെ ഇണയായി വാഴില്ലേ. ഹസ്ബൻഡ് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം, റിവ്യൂ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ആയതായിരുന്നു കേട്ടോ. ബട്ട് ഞാൻ ആൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മാത്രം അങ്ങ് വിട്ടുപോയി. അതാണ് ഞാൻ എൻ്റെ വോയിസ് ഓഫാക്കിയിട്ട് വോയിസ് ഓവർ എടുക്കുന്നത്. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ, പുറത്തേക്ക് കിയാൻ പോലും കഴിയില്ല, അത്രയ്ക്ക് ചൂടാണ്. പിന്നെ ആൾ പോയതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, ഫ്ലോപ്പായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളി തന്നെയായിരുന്നു. ബിരിയാണി ആൾക്കും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി റൈസ് അല്ലാത്തതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നമ്മൾ സാധാ ചോറ് വെക്കുന്ന അരി വെച്ചിട്ടാക്കിയതാണല്ലോ, അപ്പം അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പേഴ്സണലി. എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യുന്ന ആഗ്രഹമുള്ളവർ ഈ ഒരു അരി വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ